അലാം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വാർത്തയുമായി നമുക്കൊപ്പം നിൽക്കുന്നത് ദീപക്കാണ്. നമുക്ക് ദീപകിനോട് ചോദിക്കാം. ദീപക്കിന് ഇന്ന് പ്രേക്ഷകരിലേക്ക് നൽകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയാണ്. അത് ദീപക് തന്നെ വിശദീകരിക്കും. ദീപക്, വെരി ഗുഡ് മോർണിംഗ് ദീപക്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയാണ്. എന്താണ് ആ വാർത്തയെന്ന് ദീപക് തന്നെ പറഞ്ഞോളൂ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട്ടിൽ വനം വകുപ്പിൽ നിയമനത്തിനായി കോഴ നൽകിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത. RRT നിയമനം നൽകാമെന്ന വാഗ്ദാനം നൽകി NCPയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ 1,10,000 രൂപ RRT നിയമനത്തിന് നൽകി. ഇത്തരത്തിൽ കബളിക്കപ്പെട്ട ഒരാളാണ് ഇതുമായി നമ്മൾക്ക് മുൻപിലെത്തിയത്. പുൽപ്പള്ളി സ്വദേശിയായ അനീഷാണ് 1,10,000 രൂപ RRT നിയമനം നൽകാനായി NCP നേതാക്കൾ ചോദിക്കുകയും ആ പണം 50,000 രൂപ ബാങ്കിലൂടെ നൽകുകയും ചെയ്തത്. കഴിഞ്ഞ 2024 ഈ സംഭവം ഉണ്ടാകുന്നത്. 2024 മെയ് മാസം 21 തീയതി 50,000 രൂപ NCPയുടെ ജില്ലാ നേതാക്കളായ സുജിത്ത്, അതുപോലെ തന്നെ ഷൈജു കൃഷ്ണൻ, ബാലൻ എന്നീ 3 ആളുകൾക്കായി പണം നൽകിയവർ വീട്ടിലെത്തി അനീഷിന്റെ പക്കൽ നിന്ന് പണം ചോദിച്ചു. RRT നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് പ്രകാരം അനീഷിന് വാച്ചറായാണ് ജോലി നൽകിയത്. പക്ഷേ 7 മാസം വാച്ചറായി ജോലി ചെയ്തിട്ടും അനീഷിന് RRT നിയമനം ലഭിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അനീഷ് ഈ പണം വാങ്ങിയ ആളുകളോട് ചോദിക്കുന്നത്. അവർ പറഞ്ഞത് പിന്നീട് RRT നിയമനം വരുന്ന മുറയ്ക്ക് നൽകാമെന്ന് പറയുന്നു. പിന്നീട് കബളിക്കപ്പെട്ടു എന്ന് മനസ്സിലായ അനീഷാണ് ഈ പണം തിരികെ ചോദിച്ച സമയത്താണ് അവർ പിന്നീട് പറയുന്നത് പണം നൽകണമെങ്കിൽ ഇതുപോലെ മറ്റൊരാളെ നിയമിച്ചാൽ അയാൾ നൽകുന്ന പണം പകരം നൽകാൻ കഴിയും. ആ സമയം അനീഷിന് ജോലി നഷ്ടമാകും എന്നാണ് ഈ അനീഷിനോട് പറഞ്ഞതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. പ്രധാനമായും അനീഷ് ഒരു നിർധന കുടുംബമാണ്. നിരവധി ആളുകളുടെ നിന്ന് പണമൊക്കെ കടം വാങ്ങിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കാനായി ഈ NCP നേതാക്കൾക്കടക്കം പണം നൽകിയത്. അരുൺ, ഓക്കെ ദീപക്, നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് വാർത്ത. വനം വകുപ്പിൽ RRT നിയമനം വാഗ്ദാനം ചെയ്ത് NCP നേതാക്കൾ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. NCP വയനാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പുൽപ്പള്ളി സ്വദേശി സുജിത്ത്, ഷൈജു കൃഷ്ണൻ, ബത്തേരി സ്വദേശി ബാലൻ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വയനാട്ടിൽ പലയിടങ്ങളിലും നിരവധി ആളുകൾ ഇങ്ങനെ തട്ടിപ്പിനിരയായതായാണ് സൂചന. പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്ന് പരാതിക്കാരനായ പുൽപ്പള്ളി സ്വദേശി അനീഷ് പറയുന്നു. അതും NCP നേതാക്കൾക്ക് ബാങ്കിലൂടെ പണം നൽകിയതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. നമുക്ക് അനീഷ് പറഞ്ഞത് ഒന്ന് കേട്ടുവരാം. സുജിത്ത് എന്ന് പറഞ്ഞ ആളാണ് വനവകുപ്പിൽ ഇങ്ങനെ RRTയിലേക്ക് ജോലി വേക്കൻസി ഉണ്ട് എന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അതിന് 1,10,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 1,10,000 കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 65,000 പറഞ്ഞത്. ബാക്കി ജോലിയിൽ കയറി കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് 8-9 മാസത്തിൻ്റെ മുകളിലായി. നമ്മളിപ്പോൾ പൈസ തിരിച്ച് ചോദിച്ചു. അപ്പോൾ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന പണി ജോലി നഷ്ടപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മേലെ ഇരിക്കുന്നവർ സമ്മതിക്കില്ല. ഇപ്പം മല ശിവരാമേട്ടനോ അല്ലെ മറ്റുള്ളവരോ സമ്മതിക്കുകയില്ല. പാർട്ടിയിലെ മറ്റു നേതാക്കന്മാരും സമ്മതിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജോലിയിൽ നിന്ന് ഒഴിവായാൽ പൈസ തിരിച്ചു തരാമെന്നാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതായത് RRTയിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുക, അത് സ്ഥിര നിയമനമാക്കിത്തരാമെന്ന് പിന്നീട് പറയുക. പക്ഷേ പിന്നീട് പണം നൽകി കഴിഞ്ഞിട്ടും നിയമനമില്ലാത്ത അവസ്ഥയിൽ പണം തിരിച്ചു ചോദിക്കുമ്പോഴാണ് അതും തിരിച്ചു കൊടുക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്നാലും ഇത് ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ രേഖകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കൈക്കൂലി വാങ്ങിയത് അല്ലേ? അരുൺകുമാർ, ഗൂഗിൾ പേ വഴിയല്ല. പ്രധാനമായും 1,10,000 രൂപയാണ് RRT നിയമനത്തിനായി NCP നേതാക്കൾ പല ആളുകളിൽ നിന്നും ആവശ്യപ്പെട്ടതെന്ന് നേരത്തെ തന്നെ നമുക്ക് വിവരം ലഭിച്ചു. അതിൽപ്പെട്ട കബളിക്കപ്പെട്ട പുൽപ്പള്ളി സ്വദേശിയായ അനീഷാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 50,000 രൂപ പുൽപ്പള്ളിയിലെ ഇസാഫ് ബാങ്കിൽ നിന്ന് ഈ പറഞ്ഞ സുജിത്ത് എന്ന NCPയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള സുജിത്തിന് 50,000 രൂപ ഇസാഫ് ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ അക്കൗണ്ടിലേക്ക് കൈക്കൂലിയായിട്ട് ട്രാൻസ്ഫർ ചെയ്തത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. അരുൺകുമാർ, അതായത് ആദ്യം ഈ 65,000 രൂപ മുഴുവനായും കയ്യിൽ പണമായി നൽകണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അനീഷ് അതിന് വഴങ്ങിയില്ല. അനീഷ് 50,000 രൂപ അമ്മയുടെ സ്വർണം പണയം വെച്ചതിന് ശേഷമാണ് ഈ പണം പുൽപ്പള്ളി ഇസാഫ് ബാങ്കിൽ നിന്നും 2024 മെയ് മാസം 21 തീയതി
ഈ സുജിത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 50,000 രൂപ ട്രാൻസാക്ഷൻ ചെയ്തത്. ബാക്കി 15,000 രൂപ കയ്യിൽ കൊടുത്തു. അതിൽ തന്നെ 5,000 രൂപ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇതുമായി ബന്ധപ്പെട്ട വിഹിതം നൽകേണ്ടതുണ്ട് എന്ന് അവർ അനീഷിനോട് പറഞ്ഞതിനെ തുടർന്നാണ് അനീഷ് 15,000 രൂപ ഇവർക്ക് കയ്യിൽ കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 7 മാസത്തോളം അനീഷിന് വനം വകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി ലഭിച്ചു. പക്ഷേ RRT നിയമനം ലഭിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അനീഷ് ഈ സുജിത്തും അതുപോലെ തന്നെ മറ്റുള്ള ഈ പറഞ്ഞ ആളുകളൊക്കെയായി സംസാരിച്ചതിനെ തുടർന്നാണ് പണം ലഭിക്കാത്ത വിവരം ലഭിക്കില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് അനീഷ് ഇപ്പോൾ കബളിക്കപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. വയനാട്ടിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഏകദേശം 2 കോടിയോളം രൂപ ഇത്തരത്തിൽ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട് പല ആളുകളിൽ നിന്നും വാങ്ങി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വനം വകുപ്പിൽ തന്നെ ഡ്രൈവറായും അതുപോലെ തന്നെ RRT ടീം അംഗങ്ങളൊക്കെയായി നിയമനം നൽകാമെന്ന വാഗ്ദാനം നൽകി പണം വാങ്ങി കബളിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. അതിൽ തന്നെ വാച്ചറായി ജോലി ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവർ വരും ദിവസങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഇതൊരു വലിയ അഴിമതിയുടെ നെറ്റ്വർക്ക് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ NCPക്കും മന്ത്രിക്കും അത് തലവേദനയാകുമല്ലോ ദീപക്. തീർച്ചയായും അരുൺ, ഈ പണം വാങ്ങിയ ആളുകൾ പ്രധാനമായും പറഞ്ഞത് മുകളിലുള്ള മന്ത്രി തലത്തിലുള്ള ആളുകളുടെ അറിവോട് കൂടിയാണ് നിയമനം നടക്കുന്നത്. മാത്രമല്ല RRTയിലേക്ക് വയനാട്ടിൽ തന്നെ 2 RRTകളുണ്ട്. ഈ RRTയിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി 1,10,000 രൂപയാണ് RRTയിൽ ഒരു നിയമനം ലഭിക്കാനായി നൽകേണ്ട തുക. അതിൽ തന്നെ ആ പണം ബൈ ഹാൻഡ് കയ്യിൽ ലിക്വിഡ് മണിയായി നൽകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ അനീഷ് അതിൽ 50,000 രൂപ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അതിൻ്റെ തെളിവ് അനീഷിൻ്റെ പക്കലുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സുജിത്ത് എന്ന ആളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അയാൾ പറയുന്നത് ഈ പണം വായ്പാ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്തരത്തിലൊരു നിയമനവുമായി ബന്ധപ്പെട്ട കോഴ വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ പങ്കുവച്ചത്. പക്ഷേ അനീഷിന്റെ വീട്ടിലെത്തി ഈ 3 ആളുകളും കൃത്യമായി നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പണം അവരുടെ അക്കൗണ്ടിലേക്ക് വരുത്തിയത്. അരുൺ, ഓക്കെ, എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾ ഇതിനകത്ത് എന്താ എത്ര വലിയ ഞെട്ടാൻ, NCP അല്ലേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രേഖാമൂലം കൈക്കൂലി കൊടുക്കുക നിയമനത്തിന് വേണ്ടിയിട്ട് വനംവകുപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ പൊതുസമൂഹത്തിൽ അത്ര നല്ല അഭിപ്രായമില്ല. അതിനിടയിലാണ് ഇപ്പോൾ കൈക്കൂലിയും കൂടി വാങ്ങാൻ NCPയുടെ ജില്ലാ നേതാക്കൾ ശ്രമിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. മന്ത്രി ഇടപെടണം, ഇതിന് ചുമതലപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അതാരാണോ അവരിടപെടുക എന്നുള്ളതാണ്. NCP നേതാക്കൾക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. പൊതുസമൂഹത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ്. അത് NCP അല്ല, ആര് ചെയ്താലും കൃത്യമായിട്ട് അതിലേക്ക് വിരൽ ചൂണ്ടണം. വനം വകുപ്പിൽ നിയമനത്തിന് കോഴ എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഒരുപക്ഷെ ഭരണം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കടുംവെട്ടിനുള്ള തീരുമാനമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുസമൂഹം അംഗീകരിക്കില്ല. NCPയുടെ ജില്ലാ നേതാക്കളാണ് പണം വാങ്ങിയതായിട്ട് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. മന്ത്രി ഇടപെടണം, പാർട്ടിയുടെ അധ്യക്ഷൻ ഇടപെടണം. തോമസ് കെ തോമസ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവാദികളായവരെ ആ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കുകയും അവർക്ക് നിയമമനുശാസിക്കുന്ന ശിക്ഷ നൽകുകയും വേണം.